ഈ വർഷത്തെ കർഷകശ്രീ അവാർഡ് എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നു. എന്താണെന്നല്ലേ, ഇന്ന് ഞങ്ങൾ കൃഷിത്തോട്ടത്തിൽ ചെറിയൊരു വിളവെടുപ്പാണ്, ഫസ്റ്റത്തെ വിളവെടുപ്പാണ്. അതുകൊണ്ട് ഭയങ്കര ഒരു കൗതുകമൊക്കെ ഉണ്ട് കാണുമ്പോൾ പൊട്ടിക്കാൻ കേട്ടോ. അപ്പോൾ അധികം സാധനങ്ങളൊന്നുമില്ല, ഒക്കെ ആയി വരുന്നേ ഉള്ളൂ. 4-5 ഐറ്റംസ് ഉണ്ട്. വെണ്ട, വഴുതനങ്ങ, പിന്നെ പയർ, ചിരങ്ങ, തക്കാളി, പപ്പായ, കൈപ്പക്ക, കുറേ ഐറ്റംസ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ മഴ കർഷകർക്കൊക്കെ വലിയൊരു ഭീഷണി തന്നെ കേട്ടോ. അതെനിക്ക് ചെറിയൊരു കൃഷി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഒരുപാട് വിത്തിട്ടിട്ട് ആകെ ഉള്ളത് ഇപ്പോൾ ഇതാണ്. പക്ഷെ ഉള്ളതുകൊണ്ട് ഓണം എന്ന് പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് പയറും അതിൻ്റെ ഒപ്പം കുറച്ച് വെണ്ടക്ക, പിന്നെ കുറച്ച് തക്കാളിയുടെ വീടുകളിലില്ല കേട്ടോ, പിന്നെ കുറച്ച് കോവക്ക, പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. നമ്മുടെ വേസ്റ്റായിട്ട് കിടന്നിരുന്ന സ്ഥലത്താണ് കേട്ടോ ഈ പച്ചക്കറി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വേസ്റ്റ് വെള്ളം പോണ വഴിയൊക്കെ അവിടെ നിന്ന് കാണും. ഇതല്ലേ, ഇത് മറ്റേ വയലറ്റ് കളറുള്ള വഴുതനങ്ങ കേട്ടോ. തക്കാളിയൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ വലുതായി വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ പച്ച കളറുള്ള വഴുതനങ്ങ കേട്ടോ. അപ്പോൾ വഴുതനങ്ങ തന്നെ 2 ഐറ്റം ഉണ്ട്. പിന്നെ തക്കാളിയും ചെറിയ ടൊമാറ്റോ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കണമെന്ന് അറിയില്ല, ഇങ്ങനെ ആയി വരുന്നുള്ളൂ. ഞാൻ കണ്ടത് ചിരങ്ങ കേട്ടോ. ചിരങ്ങ 2 ഐറ്റം ഉണ്ട്. കുമ്പളങ്ങ ഉണ്ട്, പക്ഷേ കുമ്പളങ്ങ ഒന്നും ആയിട്ടില്ല. ഈ റൗണ്ട് ആയിട്ടുള്ള ചിരങ്ങ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവിടുന്ന് അതൊക്കെയാണ് കിട്ടിയത്. പിന്നെ ഇതന്നെ ഒരു കോവക്കയുടെ പന്തലാണ് ഈ കാണുന്നത്. ഇതിൽ അത്യാവശ്യം കോവക്ക ഉണ്ടായി വരുന്നുണ്ട്, ഇപ്പം അങ്ങനെ ആയി വരുന്നുള്ളൂ. ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോയിരുന്നു കേട്ടോ. അത് കാരണം മഴ ആയിട്ടാണെന്ന് ഇപ്പം മനസ്സിലായി. അപ്പോൾ എന്തായാലും ഇന്ന് ചെറിയൊരു കറിക്കുള്ള വകയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തുള്ള കറികൾ ഇത് തന്നെ വെച്ചിട്ടാവുന്ന വിചാരിക്കുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ അതുകൊണ്ട് ഇങ്ങോട്ട് തട്ടിക്കൂട്ട് തന്നെ. അപ്പോൾ ശരി, എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, സീ യു.